നമസ്കാരം. മഴത്തോരു മുമ്പയുടെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി സ്റ്റാൻലി ഇരിക്കുകയാണ്. അലീന വരുന്നത് കുറച്ചു നേരം കാത്തു നിൽക്കുന്നുണ്ട്. എന്നിട്ടും കാണഞ്ഞപ്പോ ആന്റപ്പനെ വരുത്തിയിട്ട് അലീനയെ വിളിക്കാൻ വേണ്ടി പറയാണ്. അലീനയ്ക്ക് അരികെ ചെന്ന് തിരികെ വേഗം തന്നെ ആന്റപ്പൻ എത്തുന്നുണ്ട് കേട്ടോ. ഇന്ന് അലീനയ്ക്ക് ഭക്ഷണം വേണ്ടെന്നാ പറഞ്ഞത്. എന്തു പറ്റിയെന്ന് സ്റ്റാൻലി ചോദിക്കുമ്പോ ഉപവാസാണെന്നാ പറഞ്ഞത്. ഓ അത് ശരി എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി കഴിക്കാൻ വേണ്ടി ഇരിക്കുവാണ്. ഒരാൾക്ക് കഴിക്കാനുള്ള പ്ലേറ്റ് മാത്രമേ ടേബിളിനകത്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ. പൗലോസിനെ വിളിച്ചപ്പോഴേക്കും അലീനയാണെങ്കിൽ തനിക്ക് ഇന്ന് ഉപവാസമാണ്, തനിക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കണ്ട എന്ന് നേരത്തെ പൗലോസിന്റെ അടുത്ത് പറഞ്ഞതായിട്ട് പൗലോസും സ്റ്റാൻലിയെ അറിയിക്കുന്നുണ്ട്. അലീന ഇപ്പോ കിച്ചണിലേക്ക് വന്ന് നിന്റെ ജോലി തടസ്സപ്പെടുത്താറുണ്ടോടാ എന്ന് പൗലോസിന്റെ അടുത്ത് സ്റ്റാൻലി ചോദിക്കുവാണേ. ഇല്ല എന്ന് പൗലോസ് മറുപടിയും പറയുന്നുണ്ട്. അതെന്തായാലും നന്നായി. എന്തായാലും നീ നല്ല പോലെ നിന്നോണം, പക്ഷെ നന്ദികേട് എന്നോട് കാണിക്കരുത്. അയ്യോ ഞാനൊരു നന്ദികേടും കാണിച്ചിട്ടില്ല മുതലാളി എന്ന് നമ്മുടെ പൗലോസ് പറഞ്ഞ കേട്ട ഉടനെ സ്റ്റാൻലി എനിക്ക് മനസ്സിലാകുന്നുണ്ട്. തുടർന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം അലീനയുടെ മുറിയിലേക്ക് ചെല്ലുവാണേ സ്റ്റാൻലി. പക്ഷേ അലീനയാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്നില്ല. അലീന പ്രാക്കോടിന്റെ അടുത്താണ് എന്നുള്ള കാര്യം ആന്റപ്പൻ പറഞ്ഞത് പ്രകാരം സ്റ്റാൻലി അങ്ങോട്ടേക്ക് പോവാണ്. അവിടെ ചെന്ന് നോക്കുമ്പോ അലീന പ്രാവുകൾക്ക് ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുകയാണ്. അലീനയുടെ അടുത്ത് ഒരു ഭയവും ഇല്ലാതെ പ്രാവുകളാണെങ്കിൽ അരികിൽ വന്ന് കൊത്തി തിന്നോണ്ടിരിക്കുകയാണ്. അലീനയുടെ കൈകളിൽ തീറ്റ വെച്ച് കൊടുത്ത് പ്രാക്കള് അത് തിന്നുന്ന സമയത്ത് അലീനയ്ക്ക് ഇക്കിളിയാവുന്നുണ്ട്. ആ സമയത്ത് അലീന ഇങ്ങനെ ഒരു പ്രത്യേക ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട്. അത് മാത്രമല്ല നല്ല തൂവെള്ള ഡ്രസ്സുമാണ് നമ്മുടെ അലീന ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അലീനയെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അലീനയെ നോക്കിക്കൊണ്ട് സ്റ്റാൻലി പ്രാക്കോടിന്റെ അങ്ങോട്ടേക്ക് നടക്കുവാണ്. സ്റ്റാൻലി വരുന്നത് കാണുമ്പോൾ തന്നെ നമ്മുടെ അലീനയാണെങ്കിൽ ഗുഡ് മോർണിംഗ് പപ്പ എന്ന് പറയുന്നുണ്ട് തിരിച്ച് സ്റ്റാൻലിയും. തുടർന്ന് സ്റ്റാൻലി ചോദിക്കുന്നത് നീ എന്താണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ടിരുന്ന എന്നുള്ള കാര്യമാണ്. തനിക്ക് ഉപവാസമാണ് എന്നുള്ള കാര്യം അലീനയും പറയുന്നുണ്ട്. നീ വലിയ ഭക്തിക്കാരിയാണോ? എന്നാൽ തന്റെ ഉപവാസം ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് എന്ന് അലീന പറയുവാണേ. എന്താണ് ലക്ഷ്യമെന്ന് സ്റ്റാൻലി പറയുമ്പോ ഇവിടെ ഒരുപാട് ഭക്ഷണം വെറുതെ പാഴാക്കി കളയുന്നുണ്ടല്ലോ. എന്റെ ഭക്ഷണ ചെലവ് കുറച്ചുകൊണ്ട് ആ പാപത്തിന് താൻ പരിഹാരം ചെയ്യാന്ന് തീരുമാനിച്ചു. ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഞാൻ ഇനി ഉപവാസമാണ്. ഇത് കേട്ടപ്പോഴേക്കും നമ്മുടെ സ്റ്റാൻലിയുടെ മുഖഭാവം അങ്ങ് മാറുന്നുണ്ട്. പപ്പയ്ക്ക് ദേഷ്യം വന്നു എന്നുള്ള കാര്യം നമ്മുടെ അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. ആ നടക്കട്ടെ എന്ന് പറഞ്ഞ് സ്റ്റാൻലി അവിടെ നിന്ന് അങ്ങ് പോവുകയാണേ. ഉച്ച കഴിയുമ്പോഴേക്കും നമ്മുടെ ഔതകുട്ടിച്ചായനാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ പോയി തിരികെ എത്തിയിട്ടുണ്ടായിരുന്നേ. വന്ന ഉടനെ തന്നെ അലീന എവിടെ എന്നുള്ള കാര്യമാണ് അന്വേഷിക്കുന്നത്. അപ്പോഴേക്കും അലീനയാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വന്നായിരുന്നു. ഔതക്കുട്ടിയെ കണ്ട ഉടനെ തന്നെ അലീന പറയുന്നുണ്ട് ഇപ്പൊ ഞാന് വെല്ലുപ്പച്ചിന്റെ കാര്യം ഓർത്തതേ ഉള്ളൂ എന്ന്. എത്ര ദിവസമായി വെല്ലുപ്പച്ചൻ ഇവിടുന്ന് പോയിട്ട്, എന്താ വരാത്ത എന്നുള്ള കാര്യം ഞാൻ ഇങ്ങനെ ഓർക്കുമായിരുന്നു എന്നൊക്കെ പറയുമ്പോ എടി നിനക്കൊന്ന് തന്നാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് കൈ ഒങ്ങിക്കൊണ്ട് ഇന്നലെ എല്ലിടി ഞാൻ ഇവിടുന്ന് പോയത്. ഓ ഇന്നലെ ആയിരുന്നു അല്ലേ? ഞാൻ വിചാരിച്ചു വെല്ലുപ്പിച്ച 2-3 ദിവസമായി എന്ന്. അലീന ആ ചിരിയോട് കൂടിയിട്ട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഭയങ്കര വാത്സല്യത്തോട് കൂടിയിട്ട് നമ്മുടെ ഔതക്കുട്ടി അലീനയെ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് ഔതക്കുട്ടിയുടെ കൈ പിടിച്ച് വാ വെല്ലുപ്പച്ച എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാണേ. ഉള്ളിൽ ചെന്നിരുന്ന് വെല്ലുപ്പച്ചന്റെ അടുത്ത് വിശേഷങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. വിശേഷങ്ങൾ ഒരുപാടുണ്ട് മോളെ. നീ ഇവിടെ വന്ന കാര്യം ഇനി നാട്ടില് വേറെ ആരും അറിയാനില്ല. വെല്ലുപ്പച്ച അത് കുഴപ്പമായോ എന്ന് ചോദിക്കുമ്പോ ആയോ എന്നോ ലാലിസിന്റെ ഭാര്യ വീട്ടിലെ അത് വലിയൊരു ചർച്ചയായി പോയിക്കൊണ്ടിരിക്കുവാണ്. എന്റെ മക്കളുണ്ടല്ലോ അവർക്കും ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല നീ ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ നിന്റെ അപ്പൻ സ്റ്റാൻലി ഉണ്ടല്ലോ അവനെ പേടിച്ചിട്ടാണ് ആരും പന്തം കൊളുത്തി പ്രകടനമായിട്ട് ഇങ്ങോട്ട് വന്ന് നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാത്തത്. വലിയ പ്രശ്നമാകോ വെല്ലുപ്പച്ച എന്ന് ചോദിക്കുമ്പോ അതിന് സാധ്യതയുണ്ട് മോളെ. അപ്പോ പപ്പയെ എല്ലാരും കൂടി വന്ന് ആക്രമിക്കോ എന്ന് ചോദിക്കുന്നുണ്ടേ. അതിനൊന്നും മോളെ ഒരു സാധ്യതയുമില്ല. നിന്റെ അപ്പൻ ഒരു സിംഹമല്ലേ? സിംഹമല്ല വെല്ലുപ്പച്ച, കടുവ. അങ്ങനെയല്ലേ വെല്ലുപ്പച്ച മുമ്പ് പറഞ്ഞത്? എന്തായാലും നിന്നെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് അവര് പഠിച്ച പണി 18 നോക്കാനുള്ള സാധ്യതയുണ്ട്. അയ്യോ വെല്ലുപ്പച്ച ഞാനിവിടുത്തെ സ്ഥലം വിടേണ്ടി വരുമോ? അതൊക്കെ നോക്കാം നമുക്ക്. അതൊക്കെ ഇരിക്കട്ടെ, ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് തിരിച്ച് അവതക്കുട്ടി ചോദിക്കുവാണേ. ഞാനിവിടെ ചില സമരങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഉപവാസമാണ് വെല്ലുപ്പച്ച എന്ന് പറയുമ്പോ ആർക്ക്? ലാലിസിനെതിരെയാണോ? എന്നാ നീയേ പട്ടിണി കിടന്ന് ചത്തുപോകത്തേ ഉള്ളൂ. അങ്ങനെ ചത്തുപോകത്തൊന്നുമില്ല. കാരണം 1-2 ദിവസങ്ങളിൽ മാത്രമാണ് ഞാൻ ഉപവാസം നടത്തുന്നത്. തോക്ക് പിടിച്ചു നിൽക്കുന്ന പട്ടാളക്കാരന്റെ അടുത്താണോ മോളെ നിന്റെ ഈ ഉപവാസം? അതൊന്നും അവിടെ വില പോവില്ല എന്ന് പറയാണ്. അപ്പോ ഇന്ന് അലീന നീ ഒന്നും കഴിച്ചിട്ടില്ല അല്ലേ? വെറുതെ അല്ല നിന്റെ മുഖത്തൊരു വാട്ടം. നിന്റെ ഉപവാസമൊക്കെ നീ അങ്ങ് നിർത്ത്, വാ നമുക്ക് എന്തെങ്കിലും പോയിട്ട് കഴിക്കുക എന്ന് പറഞ്ഞ് അലീനയെ പിടിച്ചോണ്ട് പോകുമ്പോ വെല്ലുപ്പച്ചിനെ കൈ പിടിച്ചിട്ട് അവിടെ തന്നെ ഇരുത്തിക്കൊണ്ട് അലീന പറയുന്നുണ്ട് നമുക്ക് എന്തായാലും കേണലിന്റെ അടുത്തേക്ക് തോക്കുമായിട്ട് ചെല്ലാൻ വേണ്ടി പറ്റില്ല. ഇവിടെ ഒരു യുദ്ധം നടത്താൻ വേണ്ടി പറ്റോ? അതുമില്ല. ഇനിയിപ്പോ ഈ വീട്ടില് ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ ഞാൻ ചിന്തിച്ചിട്ട്. അത് മാത്രമല്ല വെല്ലുപ്പച്ചനാണെന്നുണ്ടെങ്കിൽ താൻ എന്ത് ചെയ്യുകയാണെങ്കിലും കൂടെ നിന്നോളാം എന്നുള്ള വാക്കും തന്നതാണ്. എങ്കിലും മോളെ ഇത് കുറച്ച് കടുപ്പല്ലേ? ആഴ്ചയില് 3-4 ദിവസമൊക്കെ പട്ടിണി കിടക്കുക എന്നൊക്കെ പറഞ്ഞാല് അതൊന്നും കുഴപ്പമില്ല വെല്ലുപ്പച്ച. ഞാൻ എന്തോരം പട്ടിണി കിടന്നിട്ടുണ്ട് ഓർഫണേജിലായപ്പോ എന്നുള്ള കാര്യം വെല്ലുപ്പച്ചൻ അറിയോ? അത് കേൾക്കുമ്പോ വെല്ലുപ്പച്ചന്റെ മനസ്സിൽ
മനസ്സ് ഒന്ന് നോവുന്നുണ്ടേ. തന്റെ മകൻ പണ്ട് സ്നേഹിച്ച പെണ്ണിനെ കല്യാണം കഴിക്കരുത് എന്ന് വെച്ച് തടസ്സമായിട്ട് നിന്നത് അവതക്കുട്ടിയായിരുന്നു. ആ കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ആ പെൺകുട്ടി പ്രസവിച്ച കുഞ്ഞിനെ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം രാമുണ്ണിമാമൻ, നമ്മുടെ വൈജയന്തിയുടെ രാമുണ്ണിമാമൻ ഉണ്ടല്ലോ, അന്നത്തെ ഡിവൈഎസ്പി ആയിരുന്നു, അദ്ദേഹം ചോദിച്ച കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മുടെ അവതക്കുട്ടിയുടെ മനസ്സിലൂടെ അങ്ങനെ പോവുകയാണ്. അന്ന് അവതക്കുട്ടി അതിന് മറുപടിയായിട്ട് പറഞ്ഞത്, നിങ്ങൾ കൊല്ലുക വളർത്തുക എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ തനിക്ക് ഞങ്ങൾക്ക് ആ കുഞ്ഞിനെ വേണ്ട എന്നുള്ളതായിരുന്നു. എന്നാ ഇപ്പോ ആ അവതക്കുട്ടി തന്നെയാണ് ആ കുഞ്ഞിനെ ഇത്രയേറെ സ്നേഹിക്കുന്നത്. അവതക്കുട്ടി അലീനയുടെ അടുത്ത് പറയുന്നുണ്ട്, ഞാനൊന്ന് ലാലിച്ചിനെ കണ്ടിട്ട് വരാ എന്ന് പറഞ്ഞ് നേരെ ലാലിച്ചിന്റെ അരികിലേക്ക് ചെല്ലുകയും കണ്ടോടനെ ലാലിച്ചൻ ചോദിക്കുന്നുണ്ട്, അപ്പച്ചൻ വീണ്ടും വന്നോ എന്ന്. ഞാൻ വരുമെന്ന് പറഞ്ഞിട്ടല്ലേടാ ഇവിടുന്ന് പോയത്. ശരി, അപ്പച്ചൻ ഒരു കാര്യം അറിഞ്ഞോ, അവൾ എനിക്കെതിരെ സമരം ആരംഭിച്ചിരിക്കുന്നു, അതും നിരാഹാര സമരം. എന്റെ സുപ്പീരിയർ ഓഫീസേഴ്സ് വരെ വിചാരിച്ചിട്ടും ഈ സ്റ്റാൻലിയെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. ഈ സ്റ്റാൻലി ജോസഫാണ് ഉണ്ടാക്കുക, അല്ലാതെ ആരും എന്റെ മുമ്പിൽ ഡിസിപ്ലിൻ കളിക്കാൻ വേണ്ടി വരണ്ട. പിന്നെയാണ് അവള് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് നമ്മുടെ അവതക്കുട്ടിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്, സ്റ്റാൻലി നല്ല ദേഷ്യത്തിലാണ് എന്ന്. അവതക്കുട്ടി വന്നിരിക്കുന്നത് അലീനയ്ക്ക് വക്കാലത്ത് പറയാനാണെന്ന് കരുതിയിട്ട് ഇതിന്റെ ഇടയിൽ അപ്പച്ചൻ കേറണ എന്നുള്ള രീതിയിൽ തന്നെ സ്റ്റാൻലി പറയുന്നുണ്ട് കേട്ടോ. അവൾക്ക് വക്കാലത്ത് പറയാൻ വേണ്ടിയിട്ട് എന്റെ പട്ടി വരും. ഈ കാര്യത്തിൽ ഞാൻ അവളുടെ ശത്രുവാണ്. വാശിക്ക് അവള് ഒട്ടും മോശമല്ല, കാരണം അവള് നിന്റെ അല്ലേ മോള്. എന്തായാലും അപ്പച്ച അവളടുത്ത് അപ്പച്ചൻ ഒരു കാര്യം പറഞ്ഞേക്ക്, വെറുതെ പട്ടിണി കിടന്ന് അവളുടെ ശരീരം കളയണ്ട എന്ന്. ലാലിച്ച, നിന്റെ അടുത്ത് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അവളെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണ്ട എന്ന്. അപ്പൊ നീ ഓർക്കണായിരുന്നു ഇതുപോലെ പല പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടാകുമെന്ന്. വരും വരായികയെ കുറിച്ച് നീ ഒട്ടും ആലോചിച്ചിട്ടില്ല. ഇനി എന്തായാലും ഒരു വഴി മാത്രമേ ഉള്ളൂ. അതെന്താന്ന് സ്റ്റാൻലി ചോദിക്കുമ്പോൾ അവളെ തിരികെ കൊണ്ടുവിടുക. അവളുടെ അമ്മയുടെ വീട്ടുകാർക്കാണല്ലോ അവളുടെ ഉത്തരവാദിത്തം, അതുകൊണ്ട് തന്നെ അവളെ അങ്ങോട്ട് കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ടേ. ഇത്രയും പറഞ്ഞിട്ട് ഇടങ്കണ്ടിട്ടിട്ട് അവതക്കുട്ടി സ്റ്റാൻലി ഒന്ന് നോക്കുവാണേ. ഉടനെ സ്റ്റാൻലി പറയുന്നത്, അങ്ങനെ ആരുടെയോ ഔദാര്യത്തിന്റെ പങ്ക് പറ്റേണ്ട കാര്യമൊന്നും തന്റെ മകൾക്ക് ഇല്ല എന്നാണ്. എന്തൊക്കെയാണെങ്കിലും ലാലിച്ച, അവർക്കും അവകാശം ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോ, അങ്ങനെ അവകാശമുള്ള ആൾക്കാരാണോ കൈക്കുഞ്ഞായിരിക്കുന്ന സമയത്ത് അലീനയെ കൊണ്ടുപോയിട്ട് അനാഥാലയത്തിൽ ഉപേക്ഷിച്ചത്? അതുകൊണ്ടാണല്ലോ 23 വർഷം അലീന, എന്റെ മകള്, അനാഥാലയത്തിൽ ജീവിക്കേണ്ടി വന്നത്. അതിനെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് അവരോടുള്ള അമർഷം ഒരിക്കലും മാറില്ല. എങ്കിലും അവരല്ലേ നിന്റെ കൈകളിലേക്ക് നിന്റെ മകളെ തിരിച്ചേൽപ്പിച്ചത്. അവരൊന്നുമല്ല, മിസ്റ്റർ ബാലചന്ദ്രൻ. അയാള് നല്ലൊരു മനുഷ്യനായതുകൊണ്ട് എന്റെ മകളെ എനിക്ക് തിരികെ കിട്ടി. മേലെ എനിക്ക് മാത്രമേ അവകാശമുള്ളൂ, അതെനിക്ക് തെളിയിക്കാനും പറ്റുന്ന സ്റ്റാൻലി എന്ന് കരുതിയിട്ട് അവൾ എന്ത് തോന്നിവാസം കാണിച്ചാലും അതിനൊക്കെ നമ്മൾ കൂട്ടു നിൽക്കണം എന്നാണോ ലാലിച്ച നീ പറയുന്നത്? നിനക്ക് സംരക്ഷിക്കാനുള്ള അധികാരം ഉണ്ടെന്നുണ്ടെങ്കിൽ ശാസിക്കാനും ശിക്ഷിക്കാനുള്ള അധികാരവും ഉണ്ട്. എന്നാ നീ അവളടുത്ത് ചെന്ന് പറയടാ, ഇവിടെ ഈ തോന്നിവാസം നടക്കില്ല, അവളുടെ ഉപവാസം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മള് എന്തെങ്കിലും പറഞ്ഞിട്ട് അവളെ ഇറങ്ങിപ്പോയാലോ അപ്പച്ച? അങ്ങനെ അവൾ അങ്ങ് ഇറങ്ങിപ്പോവാണെങ്കിൽ ഇറങ്ങിപ്പോട്ടടാ. കാരണം നിനക്കും അവളെ കുറച്ചു ദിവസത്തെ പരിചയം മാത്രല്ലേ ഉള്ളൂ. ഇങ്ങോട്ടുള്ള ആത്മബന്ധം മാത്രം മതി അങ്ങോട്ടും. എന്തൊക്കെയാണെങ്കിലും ലാലിച്ച, ഇങ്ങനെ പെണ്ണുങ്ങൾക്ക് ഇത്രയും പിടിവാശി പാടില്ല. അതുകൊണ്ട് ഇത് അവസാനിപ്പിക്കണം എന്ന് തന്നെയാണ് കേട്ടോ അവതക്കുട്ടി പറയുന്നത്. അല്ല അപ്പച്ച, ഇന്നലെ അപ്പച്ചൻ ഇവിടുന്ന് അങ്ങ് പോയതല്ലേ ഉള്ളൂ. അപ്പച്ചൻ എന്നെ കാണാൻ തന്നെയാണോ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്? അല്ലല്ലോ, അവളെ കാണാനും അവളുമായിട്ട് കൂട്ടുകൂടാനും വേണ്ടിയിട്ടല്ലേ. ഞാൻ ലാലിച്ച, നിനക്കൊരു പിന്തുണയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. എനിക്കെന്തിനാ അപ്പച്ച പിന്തുണ എന്ന് സ്റ്റാൻലി തിരിച്ചും ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് മറ്റൊന്നും കൊണ്ടല്ലടാ, റീത്താമ്മ ഇവിടെ വന്നിട്ട് കാര്യങ്ങളെല്ലാം അവിടെ ചെന്ന് എല്ലാവരെയും അറിയിച്ചു. അവരെല്ലാരും കൂടി ചേർന്ന് ഇവിടെ ഒരു ആറ്റം ബോംബ് ഇടാനുള്ള പ്ലാനിലാണ്. ഞാനാണ് നിനക്ക് എല്ലാത്തിനും വളം വെച്ച് തരുന്നതെന്നാണ് എല്ലാവരും പറയുന്നത്. അവരെല്ലാരും കൂടി ചേർന്നിട്ട് അപ്പച്ചന്റെ നേർക്ക് എന്തിനാണ് കുതിര കയറാൻ വേണ്ടി വരുന്നത്? അവർക്ക് എന്തുണ്ടെന്നുണ്ടെങ്കിലും ഇങ്ങോട്ട് വരാൻ വേണ്ടി പറ, ഞാൻ അവർക്ക് മറുപടി കൊടുക്കാം. അവന്മാരൊക്കെ തിന്നമെടുക്ക് കാണിക്കാന്നല്ലാതെ നിന്റെ നേർക്ക് വന്നിട്ട് എന്തെങ്കിലും ചോദിക്കാനുള്ള ധൈര്യം അവന്മാർക്കുണ്ടോ? അതൊക്കെ ഇരിക്കട്ടെ, അപ്പച്ചൻ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? നിനക്കൊരു പിൻബലം തരാൻ വേണ്ടിയിട്ട് അവന്മാരെല്ലാരും കൂടി ചേർന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നീ ഇവിടെ തനിച്ചല്ലേ ഉള്ളൂ. അങ്ങനെ ആരുടെയും പിൻബലം ആവശ്യമില്ല, ഞാൻ ഒറ്റയ്ക്ക് തന്നെ മതി. തുടർന്ന് അവതക്കുട്ടിയാണെങ്കിൽ റൂമിൽ നിന്ന് പോകുന്ന സമയത്ത് ഞാൻ അവളടുത്ത് എന്താണ് പറയണതെന്ന് ചോദിക്കുവാണേ. അവളടുത്ത് അപ്പച്ചൻ ഒന്നും പറയണ്ട, ഇതിനകത്തൊന്നും അപ്പച്ചൻ ഇടപെടണ്ട എന്നാണ് കേട്ടോ സ്റ്റാൻലി പറയുന്നത്. അതും കേട്ട് അവതക്കുട്ടി അവിടുന്ന് പോവുകയാണ്. നേരെ ചെല്ലുന്നത് അലീനയ്ക്ക് അരികിലേക്കാണ്. എന്നിട്ട് ഒരു രക്ഷയില്ല മോളെ എന്ന് പറയാണേ. എന്തു പറ്റി? കേണല് അമ്പനും വില്ലിനും എടുക്കുന്നില്ല, എന്നോട് ഭയങ്കര ദേഷ്യമാണെന്നൊക്കെ അലീന ചോദിക്കുന്നുണ്ട്. ഞാനേ മോളെ അവനൊന്ന് എരിപിരി കയറ്റി കൊടുത്തു, നിന്നെ പോലെ ഒരുത്തി ഇവിടെ വെച്ച് പൊറപ്പിക്കരുത് എന്ന്. പക്ഷെ എന്നിട്ടും അവൻ പിടി തരുന്നില്ല. എന്തൊക്കെയാണെങ്കിലും അവനറിയാം ഞാൻ നിന്റെ പക്ഷത്താണെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് കളി കളിച്ചു കഴിഞ്ഞാലും അവന്റെ അടുത്ത് അതൊന്നും നടക്കത്തില്ല. എന്നെ ഇവിടുന്ന് പുറത്താക്കുമോ എന്നുള്ള കാര്യം അലീന ചോദിക്കുന്നുണ്ടോ? അതിനൊന്നും സാധ്യതയില്ല. പക്ഷെ മോളെ, ഈ ഉപവാസം ആവശ്യമുണ്ടോ? അത് ചുമ്മാ നിന്റെ ശരീരം കളയത്തല്ലേ ഉള്ളൂ. അതേ വലിപ്പിച്ച, ഒരു ആളുടെ മനസ്സിന്റെ അഴുക്ക് നീക്കി കളയാൻ വേണ്ടിയിട്ട് എന്റെ ഇച്ചിരി ശരീരം കേടായാലും കുഴപ്പമില്ല. എന്തൊക്കെയാണെങ്കിലും വലിയപ്പച്ച,
പപ്പയ്ക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം. ഫാമിലിയൊക്കെ ആയിട്ട് എന്തായിരിക്കും പപ്പയുടെ ഭാര്യ ഇതുവരെ ഇങ്ങോട്ടേക്ക് വരാത്തത്? പ്രശ്നങ്ങളെ കുറിച്ചൊന്നും എനിക്കറിയില്ല മോളെ. പക്ഷെ അവൾ ഭയങ്കര ഒരു ഭക്തയാണ്. എന്ന് വെച്ചാൽ എപ്പോഴും ധ്യാനവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നടപ്പാണ്. ഒരാഴ്ച തിരുവനന്തപുരത്താണെങ്കിൽ ഒരാഴ്ച ഭരണകാലത്ത്, അങ്ങനെ ഇങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയെന്ന് പറയുവാണ്. ഇത് കേട്ട അലീനയാണെങ്കിൽ അപ്പോ കുട്ടികളുടെ കാര്യമൊക്കെ ആരാ നോക്കാന്ന് ചോദിക്കുന്നുണ്ട്. അതിന് റീത്താമ്മയുണ്ടല്ലോ, അവർക്ക് വേറെ പണിയൊന്നും ഇല്ലെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് വേറെ എന്ത് പണിയാണ്? അവര് അടുത്തടുത്ത വീടുകളിലാണ് താമസിക്കുന്നത്. അത് കഴിഞ്ഞ് പപ്പയുടെ ഭാര്യയുടെ പേരെന്താന്ന് ചോദിക്കുന്നുണ്ട്. എൽസമ്മ എന്ന് അവതക്കുട്ടി പറയുന്നുണ്ട്. എൽസമ്മ ശരിക്കും സ്റ്റാൻലിയോടൊപ്പം ഇവിടെയല്ലേ താമസിക്കുന്നത്? എന്തിനാണ് അവിടെ താമസിക്കുന്നതെന്ന് അലീന ചോദിക്കുവാണേ. എൽസമ്മയ്ക്ക് റീത്താമ്മയുടെ കൂടെ തന്നെ താമസിക്കണം എന്നാണ് അവളുടെ ഇഷ്ടം. ആ സമയത്തൊക്കെ സ്റ്റാൻലി ആണെന്നുണ്ടെങ്കിൽ പട്ടാളത്തിലായിരുന്നല്ലോ. അങ്ങനെ അവരവിടെ താമസിച്ച് അവരുടെ കുടുംബക്കാരും എല്ലാവരും അഞ്ചലിൽ തന്നെയാണുള്ളത്. അവിടെ വീട് വെച്ച് താമസിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും കണ്ണെത്തുമല്ലോ. അത് മാത്രമല്ല, കുട്ടികളുടെ പഠിത്തത്തിന്റെ സൗകര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് അവിടെയാണ് വീട് വെച്ചത്. പപ്പ പട്ടാളത്തിലായ സമയത്ത് അവിടെ ക്വാർട്ടേഴ്സ് കിട്ടില്ലായിരുന്നു വൈഫിനൊക്കെ താമസിക്കാൻ വേണ്ടിയിട്ട്. ആദ്യകാലത്തൊക്കെ എൽസമ്മയെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ മൂത്തവള് പഠിക്കാനായപ്പോൾ അവൾ ഇങ്ങു പോകുന്നതാണ്. അത് മാത്രം തന്നെയാണോ കാര്യമെന്ന് അലീന അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. ആർക്കറിയാം, എൽസമ്മയും അതുപോലെ തന്നെ സ്റ്റാൻലിയും തമ്മിൽ വലിയ പ്രശ്നമൊന്നും ഇല്ല എന്നുള്ള കാര്യം തന്നെയാണ് എനിക്കറിയുന്നത്. എന്തൊക്കെയാണെങ്കിലും റീത്താമ്മ പറയുന്നതാണ് എൽസമ്മയ്ക്ക് വേദവാക്യം. അവരെങ്ങനെ സ്വഭാവം? എപ്പോഴും വഴക്കായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല. അവൾക്ക് അവളുടെ കുടുംബക്കാരും വീട്ടുകാരും എല്ലാത്തിനോടാണ് താല്പര്യം. അവളുടെ കാര്യങ്ങളൊക്കെ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതിനോടാണ് അവൾക്ക് താല്പര്യം. അവർക്ക് സ്റ്റാൻലിയുടെ സ്വഭാവം അത്ര അങ്ങോട്ട് താല്പര്യമില്ലാത്ത മട്ടാണ്. മക്കൾക്കും അതേപോലെ തന്നെയാണ്. അപ്പനേക്കാളും വലുത് എൽസമ്മയും അവരുടെ വീട്ടുകാരും ഒക്കെ തന്നെയാണ്. ഈ റീത്താമ്മ എന്ന് പറയുന്ന ആൾക്ക് മക്കളൊന്നും ഇല്ലെന്ന് ചോദിക്കുന്നുണ്ട്. ഭർത്താവൊക്കെ മക്കളൊക്കെ ഉണ്ട്, പക്ഷെ ഭർത്താവ് നേരത്തെ മരിച്ചുപോയി. അല്ല, എന്താണ് പപ്പ അഞ്ചലിന്റെ വീട്ടിൽ പോയി താമസിക്കാത്തത്? അത് മറ്റൊന്നും കൊണ്ടല്ല, അവൻ ഈ തോട്ടം കാര്യങ്ങളൊക്കെ നോക്കണം. അത് മാത്രമല്ല, എൽസമ്മയുടെ വീട്ടുകാരുമായിട്ട് അത്ര സ്വരച്ചേർച്ചയിലല്ല സ്റ്റാൻലി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ വന്ന് താമസിച്ച മക്കൾക്കാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പുനരൂരോ എവിടെയെന്ന് വെച്ചാൽ പഠിക്കാനുള്ള അതിനുള്ള സൗകര്യം ചെയ്യാലോ. അത് മാത്രമല്ല, ഇനിയിപ്പോ ബോർഡിങ്ങിൽ നിന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും പഠിക്കാലോ. അതുമോളെ ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് മക്കൾക്കാണെങ്കിലും എൽസമ്മയ്ക്കാണെങ്കിലും അവരുടെ വീടിന്റെ അടുത്ത് അവരോടൊപ്പം താമസിക്കാനാണ് ഇഷ്ടം. ഇവിടെ വന്ന് നിൽക്കാനോ താമസിക്കാനോടോ താല്പര്യമില്ല. പക്ഷെ അവരെ പപ്പ പറഞ്ഞ കേക്കില്ലേ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അങ്ങനെ അനുസരിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. മനസ്സുകൊണ്ട് ഒരു ഇഷ്ടം വേണ്ടേ? അവർക്ക് അതാണ് താല്പര്യം എന്ന് വെച്ചാൽ അവൻ അങ്ങനെ നടന്നോട്ടെ എന്ന് അവനും കരുതി. ആ ബന്ധമൊക്കെ അങ്ങ് മറിച്ചതുപോലെയായി. അപ്പോ പപ്പയ്ക്ക് പപ്പയുടെ മക്കളോട് സ്നേഹമില്ലേ എന്ന് ചോദിക്കുകയാണേ. നിനക്ക് ഇത്രയും ദിവസമായിട്ട് മനസ്സിലായില്ലേ? അവന്റെ സ്നേഹം ഇങ്ങനെയൊക്കെയാണ്. അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അങ്ങ് എത്തിച്ചു കൊടുക്കും. വിദ്യാഭ്യാസം, വേണ്ട എല്ലാ സംഭവങ്ങളും. അവരത് എങ്ങനെ ചെലവാക്കുന്നു എന്നുള്ള കാര്യം പോലും അവൻ അന്വേഷിക്കാറില്ല. ഇങ്ങോട്ടുണ്ടെങ്കിൽ മാത്രല്ലേ അങ്ങോട്ടും എല്ലാം ഉണ്ടാവത്തുള്ളൂ. എൽസമ്മയുടെ വീട്ടുകാരും എല്ലാവരും കൂടി ചേർന്ന് ആ മക്കളെ എല്ലാവരും പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത് അവനൊരു ദുഷ്ടനാണ്, സ്നേഹമില്ലാത്തവനാണ് എന്നൊക്കെയാണ്. അതൊന്നും ഇനി ആര് വിചാരിച്ചു കഴിഞ്ഞാലും തിരുത്താനും പറ്റത്തുമില്ല. മക്കളൊക്കെ എങ്ങനെയാണ് വലിയപ്പിച്ച? നന്നായിട്ട് പഠിക്കോ എന്നൊക്കെ അലീന ചോദിക്കുന്നുണ്ടേ. ആർക്കറിയാം മോളെ, അവർക്ക് കൂറ് അവിടുത്തെ അവരോടാണല്ലോ. മൂത്തവള് ഡിഗ്രിക്കാണ് പഠിക്കുന്നത്, രണ്ടാമത്തവളാണെങ്കിൽ സ്കൂളിലാണ് പഠിക്കുന്നത്. അവൾക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം അലീന ചോദിക്കുമ്പോൾ മാനസികമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളാണ്. അതിനെന്തൊക്കെയോ ചികിത്സയും കാര്യങ്ങളൊക്കെ റീത്താമ്മ ചെയ്യുന്നുണ്ടെന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. പിന്നെയുള്ളത് ചെക്കനാണ്. അവനും സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. രണ്ടാമത്തെ കുട്ടിയുടെ പേരെന്താന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ടെൽസ. അപ്പോ ആ കുട്ടിക്ക് സുഖമില്ല എന്നുള്ള കാര്യം അറിയുന്നത് കൊണ്ട് തന്നെ പപ്പയ്ക്ക് സ്വന്തം മകളെ ചികിത്സിക്കണം എന്നൊന്നും ഇല്ലെന്ന് ചോദിക്കുവാണേ. അവരെയൊന്നും പിടിച്ചാൽ കിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയപ്പോ എന്തായാലും ഭാര്യയും മക്കളും വേണോ മനസ്സമാധാനം വേണോ എന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോ അവൻ രണ്ടാമത്തത് തെരഞ്ഞെടുത്തു, മനസ്സമാധാനം. എങ്കിലും മറുവശത്ത് മക്കളല്ലേ എന്ന് ചോദിക്കുമ്പോഴും മക്കളായാലും മരമായാലും ഒരു വശത്തേക്ക് ചാഞ്ഞു പോയി കഴിഞ്ഞാൽ അത് പിടിച്ച് നേരെയാക്കുക എന്നുള്ള കാര്യം പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒറ്റയ്ക്ക് താമസിക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് എത്ര നാളായെന്ന് അലീന ചോദിക്കുമ്പോ അവൻ പട്ടാളത്തുനിന്ന് പിരിഞ്ഞതിന് ശേഷം ഇവിടെ ഒറ്റയ്ക്ക് തന്നെയാണ്. ഇത് എന്തൊരു ജീവിതാണ് അപ്പച്ച? ഇവിടെ പപ്പ ഒറ്റയ്ക്ക് താമസിക്കുന്ന സമയത്ത് പപ്പയ്ക്ക് മനസ്സമാധാനം കിട്ടുന്നുണ്ടോ? പക്ഷെ അവന് ഇങ്ങനെ ജീവിക്കുന്ന സമയത്ത് മനസ്സമാധാനം കിട്ടുന്നുണ്ടാകും. ഇത് എന്തൊരു ജീവിതാണ് വല്യപ്പച്ച? എപ്പോ നോക്കിയാലും കൊടിയും വലിയും പിന്നെ കുറെ പട്ടികളുമൊത്ത് ഇതൊക്കെ ഒരു ജീവിതാണോ എന്ന് അലീന ചോദിക്കുന്നുണ്ടേ. അവനൊരു പക്ഷേ ഇത് നല്ലതായിട്ട് തോന്നുന്നുണ്ടാവും. അവൻ പറയുന്നത് ഈ പട്ടികൾ എപ്പോഴും തിരിഞ്ഞു കടിക്കുകയോ കുറയ്ക്കുകയോ ചെയ്യില്ല എന്നാണ്. ഇതൊക്കെ നിങ്ങൾ എല്ലാവരും വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയാക്കാൻ വേണ്ടി പറ്റില്ലായിരുന്നോ വല്യപ്പച്ചാന്ന് ചോദിക്കുന്നുണ്ടേ. ഇതിലൊന്നും നമ്മൾ കയറി ഇടപെടരുത് എന്നാണ് ലാലിച്ചന്റെ കൽപ്പന. അവനെ ആരോ ഉപദേശിക്കാൻ വേണ്ടി ചെല്ലുന്നത് അവന് ഇഷ്ടമല്ല. പിന്നെ ഈ റീത്താമ്മ എന്ന് പറയുന്ന സ്ത്രീയെ അവന് കണ്ണെടുത്ത കണ്ടൂടാ. എനിക്കും വല്യപ്പച്ച ആ സ്ത്രീയെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അല്ലെങ്കിലും അവരെന്തിനാണ് ഈ അനിയത്തിയെ പിടിച്ചു വെച്ചിരിക്കുന്നത്? എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും അനിയത്തെയും ഭർത്താവിനെയും പിരിക്കാൻ വേണ്ടിയിട്ടാണോ അവർ ശ്രമിക്കേണ്ടത്?
മോളെ അവര് നോക്കുന്ന സമയത്ത് ലാലിച്ചൻ എന്ന് പറയുന്നത് ഒരു ദുഷ്ടനായ കഥാപാത്രം പോലെയാണ്. അവൻ കുടിയനാണ്, വലിക്കാരനാണ്, തന്നിഷ്ടക്കാരനാണ്, ദേഷ്യക്കാരനാണ്, മക്കളടുത്ത് സ്നേഹമില്ലാത്തവനാണ് എന്നൊക്കെയാണ്. അങ്ങനെയൊന്നുമല്ല, സ്നേഹമില്ലാത്ത ആളൊന്നുമല്ല. സ്നേഹമില്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും എന്നെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കില്ലായിരുന്നല്ലോ. ലാലിച്ചന്റെ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെയും അടുപ്പിക്കത്തില്ല, ഒന്നും വിട്ടുകൊടുക്കത്തുമില്ല. ആ സ്വഭാവമൊക്കെ ഒന്ന് വല്യപ്പച്ച നമുക്ക് മാറ്റിയെടുക്കണ്ടേ. ചെറിയൊരു വാതിൽ തുറന്നു കിട്ടിയാൽ മതി, അതുവഴി താൻ അകത്ത് കയറും. എല്ലാവരും ഒന്നിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സന്തോഷമായിരിക്കും. ഇപ്പോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന എന്താണ്? മക്കൾക്ക് അപ്പന്റെ വില അറിയില്ല, അപ്പന് മക്കളുടെ വില അറിയില്ല, ഭാര്യയ്ക്ക് ഭർത്താവിന്റെ വിലയും ഭർത്താവിന് ഭാര്യയുടെ വിലയും അറിയില്ല. ഇവരെല്ലാം ഉള്ളത് കൊണ്ടാണ് ഇതിന്റെ ഒന്നും വില ആർക്കും അറിയാത്തത്. എന്നാൽ ഇതൊന്നും ഇല്ലാത്തവളായിരുന്നു ഞാൻ, അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അതിന്റെ വില അറിയാം. അലീന കുറച്ചു നേരം പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് തലയിൽ ഇങ്ങനെ കൈവച്ചിങ്ങനെ നിൽക്കുവാണ്. ഔതക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ എന്ത് പറയാനാ എന്ന മട്ടില് അവിടുന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി സ്റ്റാൻലി കൈ കഴുകി ഇരിക്കുവാണേ. ഔതക്കുട്ടി കൈ കഴുകാതെ ചെന്ന് സ്റ്റാൻലിക്ക് അടുക്കിൽ ഇരിക്കുന്നുണ്ട്. പൗലോസ് ഭക്ഷണം കൊണ്ട് വെക്കുന്ന സമയത്ത് ഔതക്കുട്ടി എനിക്ക് ഭക്ഷണം വേണ്ട എന്നുള്ള കാര്യം പറയുവാണേ. അതെന്താ, അപ്പച്ചനും ഉപവാസമാണോ എന്ന് ചോദിക്കുവാണ് കേട്ടോ നമ്മുടെ സ്റ്റാൻലി. അവൾക്ക് ഉപവസിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ നമുക്കും അതിന് പറ്റും എന്നുള്ള കാര്യം അവൾക്ക് കാണിച്ചു കൊടുക്കണ്ടേ. ഇത്രയും പ്രായമായിട്ടുള്ള ഞാൻ ഉപവസിക്കാൻ വേണ്ടി തുടങ്ങിയ അവൾക്ക് മാത്രമല്ല തനിക്കും ഇതിനൊക്കെ പറ്റും എന്നുള്ള കാര്യം നമ്മൾ അറിയിച്ചു കൊടുക്കണ്ടേ. എന്തായാലും ഉപവാസത്തിന്റെ സുഖം ഒരുത്തി മാത്രം അനുഭവിച്ചാൽ പോരല്ലോ. എന്തായാലും നടക്കട്ടെ, ഇത് എവിടെ വരെ പോകും എന്നുള്ള കാര്യം നമുക്കും നോക്കാലോ. അങ്ങനെ ആ ദിവസം അങ്ങ് കടന്നു പോവാണ് കേട്ടോ. അലീന ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് ഉപവാസം. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം രാവിലെ അവതക്കുട്ടിയും അതുപോലെ തന്നെ അലീനയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഡൈനിങ് ടേബിളിൽ ഇരിക്കുവാണ്. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഒരുപാട് വിഭവങ്ങളുണ്ടെങ്കിലും നമ്മുടെ അലീന ഒരു ദോശയും കുറച്ച് ചമ്മന്തിയും മാത്രമാണ് കേട്ടോ എടുക്കുന്നത്. അത് കണ്ട ഔതക്കുട്ടിയാണെങ്കിൽ ഇന്നലെ ഒരു ദിവസം മൊത്തം ഉപവാസം ഇരുന്നല്ലേ, വയറ് നിറച്ച് കഴിക്കാൻ വേണ്ടി പറയുന്നുണ്ടേ. എന്നാ അലീന നാളെയും പട്ടിണി കിടക്കേണ്ടതല്ലേ, അതുകൊണ്ട് ഭക്ഷണം കുറച്ച് കൊണ്ടുവരണം, അല്ലെങ്കിൽ ക്ഷീണാകും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അല്ല മോളെ, നിന്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ടെന്ന് ഔതക്കുട്ടി പറയുവാണേ. അത് ആദ്യ ദിവസം ആയതുകൊണ്ടാണ് വിളിപ്പിച്ച. കുറച്ച് ദിവസം കഴിയുന്ന സമയത്ത് പിന്നെ അത് ശീലായിക്കോളും. എന്നാ സ്റ്റാൻലി ആണെന്നുണ്ടെങ്കിൽ ഇതൊന്നും തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ല എന്ന മട്ടില് ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് പിറ്റേ ദിവസമാണ് നമ്മുടെ അലീന ഉപവസിക്കുന്ന ദിവസം. അന്ന് ഉച്ചവരെയൊക്കെ നമ്മുടെ അലീനയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഔതക്കുട്ടിയും ഭക്ഷണം കഴിക്കാതിരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഉച്ചഭക്ഷണത്തിന് ചെന്ന് വേഗം ഇരിക്കുകയാണ്. കാരണം ഇത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല സ്റ്റാൻലി. അവൾ എങ്ങനെയാണോ ഇരിക്കുന്നത്, വയറ് കാഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കാനേ പറ്റുന്നില്ല. പക്ഷെ സ്റ്റാൻലി ആണെങ്കിൽ ഇതിന് മറുപടി ഒന്നും പറയുന്നില്ല കേട്ടോ. സ്റ്റാൻലിയുടെ അടുത്ത് നമ്മുടെ ഔതക്കുട്ടി പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യടാ, അവളെ കൊണ്ടുപോയിട്ട് തിരിച്ചു വിട്ടേക്ക്. അവള് പാവം ഭക്ഷണം കഴിച്ച് അവിടെ സുഖമായിട്ട് ജീവിച്ചോട്ടെ. 23 വർഷം അനാഥാലയത്തിൽ പാവം ആ കൊച്ച് പട്ടിണി കിടന്നിട്ടുണ്ട്. എന്നാ ഇപ്പൊ ഇവിടെ വന്നിട്ടും അവള് വീണ്ടും പട്ടിണി കിടക്കേണ്ട അവസ്ഥ. എന്തിനാണ് ഈ പാവം നമ്മൾ ഏറ്റെടുക്കുന്നത്? ഇത് കേട്ട സ്റ്റാൻലി ആണെന്നുണ്ടെങ്കിൽ നമ്മളാരെങ്കിലും നിർബന്ധിച്ചോ അവളുടെ അടുത്ത് പട്ടിണി കിടക്കാൻ വേണ്ടിയിട്ട്? എന്തായാലും ലാലിച്ച, നിനക്ക് ഒരു കാര്യം മനസ്സിലായില്ലേ? അവളുടെ സ്വഭാവം നീയുമായിട്ട് അവൾക്ക് ഒത്തുപോകാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ, ഞാൻ അവളെ പുനരൂരിലേക്ക് കൊണ്ടുപോയിക്കോളാം. എന്നാ അതിന്റെ ആവശ്യമില്ല എന്ന് ലാലിച്ചൻ പറയുന്നുണ്ട്. എടാ, ഈ 3 ദിവസത്തില് അവൾ ഒരു ദിവസം മാത്രമേ ഭക്ഷണം കഴിച്ചുള്ളൂ. അവളുടെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ അറിയാം അവളുടെ മുഖത്തിന്റെ വാട്ട്. 3 ദിവസം കൊണ്ട് ആ കൊച്ചാകെ ക്ഷീണിച്ചു പോയിടാ എന്നൊക്കെ പറയുവാണേ. അപ്പോഴും സ്റ്റാൻലി വിട്ടുകൊടുക്കാൻ വേണ്ടി തയ്യാറല്ല. അപ്പച്ചൻ ഭക്ഷണം കഴിച്ചിട്ട് വേഗം എഴുന്നേറ്റ് പോകാൻ വേണ്ടി നോക്കിയെന്ന് പറഞ്ഞിട്ട് അപ്പച്ചന് വേഗം ഓടിച്ചു വിടാനാണ് നോക്കുന്നത്. തുടർന്ന് അന്നേ ദിവസം വൈകുന്നേരം നമ്മുടെ അലീന പ്രാക്കുടിന്റെ അങ്ങോട്ടേക്ക് പോകുന്നതൊക്കെ നമ്മുടെ സ്റ്റാൻലി കാണുന്നുണ്ട്. ആ സമയത്ത് സ്റ്റാൻലി ആണെങ്കിൽ റൂമിലിരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുവാണ്. രാത്രിയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതിന് മുമ്പായിട്ട് അലീനയുടെ മുറിയുടെ അരികിൽ ചെന്നിട്ട് അലീന വന്നേ എന്ന് പറഞ്ഞ് വിളിക്കുവാണേ. അതും പറഞ്ഞ് ആള് ഡൈനിങ് ടേബിളിന്റെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അലീന പുതച്ചു മൂടി കിടക്കുമായിരുന്നു. പെട്ടെന്ന് എഴുന്നേറ്റ് സ്റ്റാൻലിയുടെ പുറകെ ചെല്ലുകയും അലീനയുടെ അടുത്ത് ഡൈനിങ് ടേബിളിൽ ഇരിക്കാൻ വേണ്ടി പറയുന്ന സമയത്ത് അലീന അവിടെ ചെന്ന് ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും ശബ്ദം കേട്ട് നമ്മുടെ ഔതക്കുട്ടി ചായനും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. തുടർന്ന് സ്റ്റാൻലി പൗലോസിനെ വിളിക്കുവാണ് കേട്ടോ. പൗലോസ് ഭക്ഷണമായിട്ട് ഒരു കേസറോളം പിടിച്ചിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പൗലോസിന്റെ അടുത്ത് സ്റ്റാൻലി പറയുന്നത്, ഈ നിൽക്കുന്നത് എന്റെ മകളാണ്, ഇവള് എന്താണോ പറയുന്നത് അത് നീ അനുസരിക്കണം. ഇവളിന്ന് ഭക്ഷണം ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞ ഭക്ഷണം ഉണ്ടാക്കണ്ട, സദ്യ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞ സദ്യ ഉണ്ടാക്കണം. ഒരു കാര്യത്തിനും എന്റെ അടുത്ത് പരാതിയും പറഞ്ഞു വരരുത്. എന്ന് വെച്ചാ നിന്റെ മുമ്പിൽ രണ്ട് വഴിയേ ഉള്ളൂ. ഒന്നെങ്കിൽ എന്റെ മകള് പറയുന്നത് പോലെ ജോലി ചെയ്യുക, ഇല്ലെങ്കിൽ ഇട്ടിട്ട് പോകുക. എന്ത് വേണമെന്നുണ്ടെങ്കിൽ പൗലോസെ നീ തീരുമാനിച്ചോ. ഇത് കേട്ട പൗലോസ് ആണെന്നുണ്ടെങ്കിൽ മുഖത്ത് അടിയേറ്റതുപോലെ നിൽക്കുവാണ്. എന്നാ ഔതക്കുട്ടിച്ചായന് അത് നന്നായിട്ട് ബോധിച്ചു. പൗലോസ്, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോളം പറയാണേ. ഇത് കേട്ട പൗലോസ് ആണെങ്കിൽ, ഞാൻ മുതലാളി ഇത്രയും നാൾ നന്നായിട്ട് സമ്മതിച്ചു, നീ നന്നായിട്ട് തന്നെയാ ജോലി ചെയ്തത്. ഇനി അങ്ങോട്ടുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതിനെക്കുറിച്ച് തനിക്കൊന്ന് ആലോചിക്കണമെന്ന് പൗലോസ് പറയുമ്പോൾ നാളെ രാവിലെ വരെ തനിക്ക് സമയമുണ്ട്. അങ്ങനെ പൗലോസ് തിരികെ അടുക്കളയിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞ് അലീനയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്.
തൃപ്തിയായില്ലേ നിനക്ക് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അലീനയുടെ കണ്ണുകളൊക്കെ ഇങ്ങനെ നിറയുന്നുണ്ട്. എന്നിട്ട് താങ്ക് യു പപ്പ എന്ന് അലീന പറയുകയും ചെയ്യാണ്. എന്നതിന് ശേഷം സ്റ്റാൻലി അലീനയുടെ മുമ്പിലേക്ക് ഒരു പ്ലേറ്റ് വെച്ച് അതിനകത്തേക്ക് ചപ്പാത്തിയും ചോറും കറിയും എല്ലാം വിളമ്പി കൊടുക്കുന്നുണ്ട്. ഇനി നിനക്ക് നിന്റെ സമരം അവസാനിപ്പിക്കാം. ഇത് കേട്ട അലീനയാണെങ്കിൽ സ്റ്റാൻലിക്ക് അരികിലേക്ക് ചെല്ലുകയും അദ്ദേഹത്തിന്റെ കൈകൾ പിടിച്ചും കൊണ്ട് സോറി പറയുന്നുണ്ട്. ഇപ്പൊ എന്തിനാണ് സോറി പറഞ്ഞത്? പപ്പയ്ക്കെതിരെ സമരം ചെയ്തതിന്. അപ്പൊ അത് സമരം തന്നെ ആയിരുന്നു അല്ലേ? സോറി പപ്പ, സോറി എന്ന് അലീന പറയുമ്പോ ഇറ്റ്സ് ഓൾ റൈറ്റ്, ചെന്ന് കഴിക്കാൻ നോക്കുക എന്ന് പറഞ്ഞിട്ട് ഇത് കേട്ട അലീനയാണെങ്കിൽ പപ്പയുടെ കൈകൊണ്ട് എന്തെങ്കിലും കിട്ടിയിട്ട് വേണം എനിക്ക് സമരം അവസാനിപ്പിക്കാൻ എന്നാണ്. ഇത് കേട്ട ഉടനെ സ്റ്റാൻലി ആണെന്നുണ്ടെങ്കിൽ ഫോർക്ക് ഉപയോഗിച്ചിട്ട് ചപ്പാത്തി മുറിച്ച് ഇങ്ങനെ ഇതാക്കിയിട്ട് അലീനയുടെ അടുത്തേക്ക് നീട്ടുന്നുണ്ട്. പക്ഷെ ഫോർക്ക് മേടിച്ച് താഴെ വെച്ചിട്ട് അലീന പപ്പയുടെ കൈകൊണ്ട് തനിക്ക് വാരി തരാൻ വേണ്ടിയിട്ട് പറയുവാണേ. ഒരു അപ്പൻ തന്റെ മകൾക്ക് ആദ്യമായിട്ട് തരുന്നതല്ലേ? സ്റ്റാൻലിക്ക് കുറച്ച് മടി തോന്നിയെങ്കിലും ആ മടിയെല്ലാം മാറ്റിവെച്ച് നമ്മുടെ അലീനയ്ക്ക് ആദ്യമായിട്ട് ഭക്ഷണം വാരി കൊടുക്കുവാണ് കേട്ടോ സ്റ്റാൻലി. അതുപോലെ തന്നെ നമ്മുടെ അലീന തിരിച്ചും ഒരു കഷ്ണം എടുത്ത് നമ്മുടെ സ്റ്റാൻലിക്കിനെതിരെ നീട്ടുന്നുണ്ട് കേട്ടോ. അലീന നീട്ടുന്ന സമയത്ത് ഒരു കുഞ്ഞു കുട്ടിയെ പോലെ തന്നെ സ്റ്റാൻലി വാ തുറന്ന് അത് മേടിക്കുന്നുണ്ട്. എന്നതിന് ശേഷം അലീന തന്റെ പപ്പയുടെ കൈ പിടിച്ചിട്ട് അതിനകത്ത് ഒരു ഉമ്മ കൊടുത്തും കൊണ്ട് പറയുവാണ് കേട്ടോ, താങ്ക് യു പപ്പ. ഇത്രയും നാളായിട്ടും സ്റ്റാൻലി അനുഭവിക്കാത്ത ആ ഒരു സ്നേഹത്തിന്റെ സ്പർശം അത് നമ്മുടെ സ്റ്റാൻലി അനുഭവിച്ചറിയുന്നുണ്ട്.